നമസ്കാരം. ഇന്ന് ഞാൻ പച്ചക്ക് പറയുന്നത് വളരെ ഗൗരവപരമായ, വളരെ അത്യാവശ്യമുള്ള, ജനാധിപത്യം നിലനിൽക്കാൻ വേണ്ടിയും സത്യവും നീതിയും നിയമവാഴ്ചയും ഭരണഘടന അനുസരിച്ച് നമുക്കിവിടെ ജീവിക്കാൻ വേണ്ട അവകാശത്തിന് വേണ്ടിയുമാണ് പച്ചക്ക് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. യൂട്യൂബ്, ഫേസ്ബുക്ക് മാധ്യമം, ഇൻസ്റ്റാഗ്രാം മുതലായ മാധ്യമങ്ങൾ, ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ, മുൻനിര മാധ്യമങ്ങൾ, പത്രങ്ങളാവട്ടെ ചാനലുകളാവട്ടെ, പല വാർത്തകളും മുക്കുമ്പോൾ വേണ്ട വിധത്തിൽ ജനങ്ങളുടെ അടുത്ത് എത്തിക്കാതെ മത്സരത്തിനും പരസ്യത്തിനും സമ്പത്തിനും വേണ്ടി വാർത്തകൾ മുക്കുമ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിനും മറ്റ് പല നല്ല കാര്യത്തിനും ഉപയോഗപ്പെടുത്തുന്ന ഒരു നല്ല മാധ്യമം ആയിരുന്നു ഫേസ്ബുക്ക്. എന്നാൽ ഇന്ന് ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമെല്ലാം ഒരു നിയന്ത്രണവുമില്ലാതെ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് കൃത്യമായി പണിയെടുക്കുന്നവർക്കും ബുദ്ധിമുട്ടായി. ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്ന പ്രോഗ്രാം കൃത്യമായി കടപ്പാടും ഇവിടുത്തെ നിയമവും നിയമവാഴ്ചയ്ക്ക് വേണ്ടിയും ഭരണഘടന അനുസരിച്ചുമാണ് പറയുന്നത്. അതുകൊണ്ട് ഇതിന്റെ അടിയിൽ വന്ന് ചിലർ ഭീഷണിപ്പെടുത്തിയാൽ അതൊന്നും ഏക്കാൻ പോകുന്നില്ല. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുത് എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു കഴിയുന്നതും നേരിട്ട് ചെയ്യണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിങ്ങൾ 1 ലക്ഷമോ 10,000മോ കൊടുത്താൽ അതിന്റെ കണക്ക് വാങ്ങണം, അതിന്റെ കണക്കറിയണമെന്ന് പറഞ്ഞു. അതിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, PT തോമസ് എന്ന് പറഞ്ഞ MLA, നമ്മളെ വിട്ടുപോയ ആ MLA നിയമസഭയിൽ തെറ്റായ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിയമസഭയിൽ എന്ത് തോന്നിവാസവും പറയാൻ പറ്റില്ല, എന്ത് തോന്നിവാസവും വിളിച്ചു പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനൊരു പ്രോഗ്രാം ചെയ്ത് MLA നിയമസഭാ കമ്മിറ്റി സ്പീക്കർ ഒരു കേസ് എനിക്കെതിരെ എടുത്തിരുന്നു. എന്തായി അത്? സ്പീക്കർ ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഞാൻ കഴിയുന്നത് നിയമവാഴ്ചയ്ക്ക് വേണ്ടി നിയമാനുസൃതമായി സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് എന്നെ ആരും ഭീഷണിപ്പെടുത്തി എന്നെ വായടപ്പിക്കാന്ന് വിചാരിക്കരുത്. ഒരിക്കൽ കൂടി പറയുവാണ്, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കുറെ കൂടി മാനദണ്ഡങ്ങൾ ഉണ്ടാവണം. ഈ പണം എങ്ങനെ ചെലവാക്കണം, എവിടെ ചെലവാക്കണം, ഇതിന് നല്ല നല്ല കമ്മിറ്റികൾ ഉണ്ടാവണം. അവിടെ എവിടെയെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടെങ്കിൽ അത് മാറ്റണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതെന്റെ ഫ്രീഡമാണ്. ആ വായിൽ ആരും ഉണ്ട്. അതേ സ്ഥാനത്ത് ചില യൂട്യൂബർമാർ, ചില ഫേസ്ബുക്കുകാർ വന്നങ്ങോട്ട് തെറിയും ബഹളവും, എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയും നമ്മൾ യൂട്യൂബ് അസോസിയേഷൻ ഉണ്ടാക്കേണ്ടതെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ എന്നെ ശ്രമിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, ഞാനൊരു യൂട്യൂബറോ ഫേസ്ബുക്കറോ അല്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനും, ഞാനൊരു സാമൂഹ്യ നിരീക്ഷകനും സാമൂഹിക സേവകനും. ഐ എം എ സോഷ്യൽ വർക്കർ, ആൻ ആക്ടിവിസ്റ്റ്, എൻവയറമെന്റലിസ്റ്റ്, ഹ്യൂമൻ റൈറ്റ് ഫൈറ്റർ. അങ്ങനെ ജനങ്ങളുടെ കൂടെ ജനകീയ ആവശ്യത്തിന് നാടിനു വേണ്ടി നിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഞാൻ. അല്ലെങ്കിൽ ഞാൻ യൂട്യൂബർ അല്ല, പച്ചക്ക് പറയുന്ന ആളല്ല. പച്ചക്ക് പറഞ്ഞ് ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുവാണ്, വേണ്ടാധീനം പറഞ്ഞ് തെറി പറഞ്ഞ് കാശിന് വേണ്ടി മാമാപ്പണി ചെയ്യുന്ന പത്രങ്ങളായാലും യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും കാശ് മേടിച്ചിട്ട് വാർത്തകൾ മുക്കുന്ന, കാശ് മേടിച്ചിട്ട് വാർത്തകൾ ചെയ്യുന്നവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ, വെറുപ്പേ ഉള്ളൂ. അതേ സ്ഥലത്ത് ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്നത് അങ്ങ് അറ്റം വരെ എടുത്തോ. കള്ളന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കോടതി കൊടുത്തിട്ടുണ്ടാവും, കട്ടതിന്റെ തെളിവ് കൊടുത്തിട്ടുണ്ടാവും. അല്ലാണ്ട് ഒരാളെയും കള്ളന് വിളിക്കില്ല. ഞാൻ എപ്പോഴും ബഹുമാനിച്ചുകൊണ്ട് ധിക്കരിക്കുന്ന ഒരാളാണ്. നമ്മുടെ മഹാത്മാഗാന്ധിജി നമ്മളെ പഠിപ്പിച്ച ഫാദർ ഓഫ് ദ നേഷൻ മഹാത്മാജി ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് തെറ്റായ നിയമം ലംഘിക്കാനുള്ളതാണ്. നിയമം മനുഷ്യന് വേണ്ടിയിട്ടാവണം, അല്ലാണ്ട് മനുഷ്യൻ നിയമത്തിന് വേണ്ടി ആവരുത്. എന്നെ ശ്രമിക്കുന്ന എല്ലാ മലയാളികളോടും കൈ കൂപ്പിട്ട് ഒരു കാര്യം പറയുന്നു, സാധാരണക്കാരന്റെ അവസാനത്തെ അത്താണിയല്ലേ കോടതി. ആ കോടതിയെ പോലും നമ്മുടെ നിയമസഭ സാമാജികർ കളിയാക്കുകയല്ലേ, പുച്ഛിക്കുകയല്ലേ. നമ്മളെല്ലാം കണ്ടതാണ് കേരളത്തിന്റെ നിയമസഭ ചില മന്ത്രിമാരും ചില MLA-മാരും കൂടി തല്ലിപ്പൊളിക്കണം നമ്മൾ കണ്ടാണ്. കേരള നിയമസഭ തല്ലിപ്പൊളിക്കണത് എല്ലാ മലയാളികളും എല്ലാ ജനങ്ങളും കണ്ണുള്ളവരും കാതുള്ളവരും കണ്ടതാണ്. എല്ലാ ചാനലുകളിലും ഇപ്പോഴും കിടക്കുന്നുണ്ട് കേരള നിയമസഭ തല്ലിപ്പൊളിക്കുന്നത്. കമ്പ്യൂട്ടറും കസേരയും മറ്റു പല വിധത്തിലുള്ള നാശം 5 ലക്ഷം രൂപയായിരുന്നു. പക്ഷെ ഇന്ന് സർക്കാർ കേസ് നടത്തുന്നത് 16 ലക്ഷം രൂപ മുടക്കിയിട്ട് 16 ലക്ഷം രൂപ മുടക്കിയിട്ട് 5 ലക്ഷം രൂപ നഷ്ടത്തിന് 16 ലക്ഷം രൂപ മുടക്കിയിട്ട് പറയണെന്താ, നിയമസഭ ഞങ്ങൾ തല്ലിപ്പൊളിച്ചിട്ടില്ല, അവിടെ അങ്ങനെ ഒരു അതിക്രമം നടന്നിട്ടില്ല,
നിങ്ങൾ ആ കേസെടുത്തൊന്ന് നോക്ക്. അപ്പൊ കോടതിയെ പോലും കണ്ണു കെട്ടിയിട്ട് ചെവി കേട്ടാ മതി, കണ്ണു കെട്ടിയിട്ട് ചെവി കേട്ടാ മതി എന്ന് പറയുന്ന കോടതിയിൽ സാധാരണക്കാരന് ഇനി എങ്ങനെ അഭയം പ്രാപിക്കും? അതുകൊണ്ടൊരു വീണ്ടും വിചാരം നമുക്ക് വേണം. ഇവിടെ നല്ല നിയമവാഴ്ചകൾ ഉണ്ടാവണം. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ബെന്നി ജോസഫിന്റെ പേജിന്റെ അടിയിൽ തെറി പറയുന്നത് ആരാ? ബെന്നി ജോസഫ് പച്ചക്ക് പറയുന്ന പ്രോഗ്രാമിന്റെ അടിയിൽ തെറി പറയുന്നത് ആരാണെന്നറിയോ? ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ വന്നു, നമ്മുടെ വീട്ടിൽ ഒരു കള്ളൻ വന്ന് മാലയോ പേഴ്സോ നമ്മുടെ സ്വർണ്ണോ എന്തെങ്കിലും കട്ടോണ്ട് പോയാൽ, വാച്ചോ എന്തെങ്കിലും കട്ടോണ്ട് പോയാൽ നമ്മ എന്ത് പറയും? അവനെ ഇടിവെട്ടുകൊള്ളണേ, ആ കള്ളനെ, അവനെ പാമ്പ് കടിക്കണേ, അവനെ നമ്മ പ്രാകും അല്ലെ? നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു സാധനം കട്ടോണ്ട് പോയാൽ നമ്മ പ്രാകും. അപ്പൊ കള്ളനെ പ്രാകുമ്പോൾ, കട്ടവനെ പ്രാകുമ്പോൾ എന്തിനാ ഇതിന്റെ അടിയിൽ വന്ന് തെറി പറയണത്? കാരണം കട്ടവന് നൊന്ത്, അല്ലെ കട്ട പാർട്ടിക്കാർക്ക് നൊന്ത്. 2018 വെള്ളപ്പൊക്കത്തിലും കോവിഡിലും കൊറോണയിലും കട്ടവൻ എന്ന് നമ്മൾ പറഞ്ഞു, കട്ടിട്ടുണ്ടെങ്കിൽ, ഒരാള് കളവ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവനെ നമ്മ പ്രാകും. അതിന് നമുക്ക് റൈറ്റ്സ് ഉണ്ട്. പക്ഷെ കട്ടവൻ മാത്രമല്ലേ പപ്പണ്ടാന്ന് നോക്കിയോളൂ. പണ്ടൊരു രാജാവ് ഒരു നാട്ടിൽ കോഴിമോഷണം നടന്നു. കോഴിമോഷണം നടന്നിട്ട് കോഴിക്കള്ളനെ പിടിക്കാൻ പറ്റണില്ല. അപ്പോൾ ഈ മഹാരാജാവ് എന്ത് ചെയ്തു? ജനങ്ങളെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് മഹാരാജാവ് ആ മീറ്റിംഗിൽ പറഞ്ഞു, ഇവിടെ കോഴിമോഷണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. ഈ മഹാരാജാവിനെ അറിയാം ആരാണ് കട്ടതെന്ന്. ആ കട്ടവന്റെ തലയിൽ പപ്പിരിപ്പുണ്ട്, ഞാൻ അവനെ പിന്നെ പിടിച്ചോളാം, അവന്റെ തലയിൽ പപ്പിരിപ്പുണ്ട്, അവനെ ഞാൻ പിന്നെ പിടിച്ചോളാം എന്ന് പറയലല്ല, ജനലക്ഷങ്ങൾ ഇരിക്കണടുത്തുനിന്ന് 1-2 പേർ തലയിൽ ഇങ്ങനെ തപ്പി നോക്കി, തൂവലുണ്ടാന്ന്, പപ്പിരിപ്പുണ്ടാന്ന്. അപ്പോൾ മഹാരാജാവിന് മനസ്സിലായി ഇതാണ് 3 കള്ളന്മാരെന്ന്. അങ്ങനെ കോഴി കട്ട കള്ളനെ പിടിച്ച ചരിത്രമുള്ള കേരളത്തിൽ ഇവിടുത്തെ ഏത് മന്ത്രിയും MLA-യും ഉദ്യോഗസ്ഥരും കട്ടാൽ ഞങ്ങൾ ചോദ്യം ചെയ്യും, ഞങ്ങൾ പിടിച്ചിരിക്കും. അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുകയാണ്, കളവും മോഷണവും ഒന്നും അനുവദിക്കാൻ പറ്റില്ല. നല്ലൊരു രാജ്യത്തിന് വേണ്ടി, നല്ലൊരു ജനാധിപത്യത്തിന് വേണ്ടി നമ്മൾ ആകെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സത്യസന്ധമായി ജീവിക്കുക, നിയമാനുസൃതം നിയമവാഴ്ചയ്ക്ക് വേണ്ടി ഭരണഘടന അനുസരിച്ച് ജീവിക്കുക. ഇതിന്റെ അടിയിൽ തെറി പറയുന്നവനൊക്കെ 2018 കട്ടത്, കോവിഡിൽ കട്ടത്, സുനാമി കട്ടത്, പാലം പണിയിലും റോഡ് പണിയിലൊക്കെ അനധികൃതമായി പദ്ധതിയിൽ തുക കൂട്ടിക്കാണിച്ച് കട്ടവനും മോഷ്ടിച്ചവനും നാട്ടുകാരെ കൊള്ളയടിക്കുന്നവരുമാണ് ഇതിന്റെ അടിയിൽ തെറി പറയുന്നത്. അത്തരം അന്തം കമ്മികൾക്ക് തെറി പറയുവാൻ സ്വാഗതം അരളിക്കൊണ്ട് പച്ചക്ക് പറയുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കണം. ഞങ്ങളുടെ ഒന്നും ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഒരു ഉത്തര കൊറിയൻ രാജാവ് വിചാരിച്ചാൽ ഒന്നും ഇല്ലാണ്ടാക്കാൻ പറ്റണമല്ല. അങ്ങനെ അങ്ങോട്ട് പോകുന്ന ജീവിതം, അങ്ങനെ അങ്ങോട്ട് തുമ്മിയാൽ പോകുന്ന മൂക്ക് പോട്ടെ എന്ന് വെച്ചുകൊണ്ട് പറയുകയാണ്. മക്കളെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, നിങ്ങൾ ഉണർന്ന് സത്യത്തിനും നീതിക്കും വേണ്ടി നിലനിന്നില്ലെങ്കിൽ നമ്മുടെ നാട് ചില കാട്ടുകള്ളന്മാരുടെ കയ്യിലായി പോകുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.